ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ യാത്ര തിരിച്ച് ഇന്ന് 6 മണി കഴിഞ്ഞപ്പോൾ ഡെറാഡൂണിൽ എത്തി. ഞങ്ങൾ മിഷനിൽ നിന്നും 14 സീനിയേഴ്സ് പ്രാർത്ഥിക്കുവാനായും ചർച്ച ചെയ്യുവാനുമായി വന്നതാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ടു പ്രേ എഗെയിൻസ്റ്റ് ദ സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ്സ്. ഇതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി സമയം വേർതിരിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം അത്ഭുതകരമായി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡെറാഡൂണിൽ വന്ന് പ്രാർത്ഥിക്കണം. ഈ ഭാഗങ്ങളിൽ, ഉത്തരാഖണ്ഡിൻ്റെ ഭാഗങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ദൈവം നൽകി. ഒരിക്കൽ ഡൽഹി സന്ദർശന വേളയിൽ ഈ കാര്യം സ്നേഹിതനോട് പറഞ്ഞു. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുറി, ബൈബിൾ സ്കൂൾ, അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലം, ഒരു റിട്രീറ്റ് സെൻറ്റർ ചെറിയ വാടകയ്ക്ക് ലഭിക്കുമെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം തൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി നമ്മൾ തിരക്കുമ്പോൾ 8,000 രൂപ ഒക്കെയാണ് അതിൻ്റെ ചാർജ്. ആ ചിന്ത ഉപേക്ഷിച്ചു. പ്രാർത്ഥിക്കുവാനുള്ള ചിന്തയല്ല, ആ ചാർജ് നൽകി സ്ഥലമെടുക്കണം എന്നുള്ള ചിന്ത. അത് കഴിയുമ്പോഴാണ്, ചുരുക്കം ചില നാളുകൾ കഴിയുമ്പോൾ, ചുരുക്കം ചില മാസങ്ങൾ കഴിയുമ്പോഴാണ് ശിശു തോംസൺ സാറ് വരുന്നതും ഞങ്ങൾ മുൻപ് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും ഒരേ മുറിയിൽ താമസിക്കേണ്ടി വന്നതും. പ്രാർത്ഥനയെപ്പറ്റി ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അദ്ദേഹം എക്സൈറ്റഡായി പറഞ്ഞു, ബ്രദറെ, ഞാൻ ഒരു പ്രാർത്ഥനാലയം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ ആത്മഭാരം കൊണ്ട് ഒരു സ്ഥലം തയ്യാറാക്കി ഡെറാഡൂണിൽ. അത് 10-15 പേർക്ക് താമസിച്ച് പ്രാർത്ഥിക്കുവാൻ സൗകര്യപ്രദമായ മനോഹരമായ ഒരു സ്ഥലം. എന്നാൽ അവിടെ ആര് വന്ന് പ്രാർത്ഥിക്കും എന്ന് ഞാൻ ചിന്തിച്ച് വ്യാകുലപ്പെടുകയായിരുന്നു. ഇതാ എനിക്ക് പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ആ സ്ഥലം നിങ്ങളുടെ സ്ഥലമാണ്, ഞാൻ അവിടെ താമസിക്കുന്നില്ല, നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഓരോ മാസവും അവിടേക്ക് പോകുവാൻ നമ്മളുടെ ടീം അംഗങ്ങൾ തയ്യാറായി. കഴിഞ്ഞ മാസവും അതിനു മുൻപുള്ള മാസവും അടുത്ത മാസവുമൊക്കെ നമ്മളുടെ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വരികയാണ് പ്രാർത്ഥിക്കുവാനായി. ഈ മാസം ഞങ്ങൾ സീനിയേഴ്സാണ് വന്നിരിക്കുന്നത്. 1 രൂപ പോലും നൽകേണ്ട മനോഹരമായ ഒരു സ്ഥലം. അവിടെ നിന്ന് നോക്കുമ്പോൾ മസൂറി, മറ്റു മലനിരകളൊക്കെ കാണാം. പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം. 15 പേർക്ക് 20 പേര് വരെ അവിടെ താമസിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് നല്ല ഭക്ഷണം നൽകി. ദൈവം എത്ര അത്ഭുതകരമായി നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്നു. കഴിഞ്ഞ ദിവസം അക്കൗണ്ട്സിൻ്റെ ചുമതലയുള്ള സഹോദരനുമായി സംസാരിക്കുമ്പോൾ എത്തേണ്ട പണം എത്തുന്നില്ല എന്ന് മനസ്സിലായി. അത് എന്തുകൊണ്ടാണെന്നറിയില്ലായിരുന്നു. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. ചെറുതായി മനസ്സ് ഒന്ന് വ്യാകുലപ്പെട്ടു എന്ന് പറയാം. പ്രാർത്ഥിച്ചു. ഇന്ന് 2 അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ടിയിരുന്ന പണം 2 എത്തി. ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ യാത്ര സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു. ചിലർ പറഞ്ഞു, മെയ് മാസമാണ്, നല്ല ചൂടാണ്, സ്ലീപ്പർ ക്ലാസ്സിൽ പോയാൽ AC ഇല്ല. അവരോട് ഏറ്റവും അടുത്ത എപ്പോഴും കൂടെ നിൽക്കുന്ന സ്നേഹിതരോട്, കൂട്ടുപ്രവർത്തകരോട് പറഞ്ഞു, നമ്മൾ സീനിയേഴ്സ് സ്ലീപ്പർ ക്ലാസ്സിൽ പോയാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും. നമ്മൾ വൈറ്റ് കോളർ ജോലിക്കാരല്ലല്ലോ, ബ്ലൂ കോളർ ജോലിക്കാരാണ്. ദൈവം ചെയ്തതാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾ കടന്നു വരേണ്ടിയിരുന്ന സ്ഥലത്ത് ദൈവം മഴ പെയ്ച്ചു. രാത്രിയിൽ
എയർ കണ്ടീഷൻ ബോഗിയിൽ വരുന്നതിനേക്കാൾ തണുപ്പുള്ള അന്തരീക്ഷം. പുതപ്പ് കൊണ്ടുവരാതിരുന്നതുകൊണ്ട് രാത്രിയിൽ നല്ല തണുപ്പ് തോന്നിയെന്നതാണ് വാസ്തവം. ചൂടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ദൈവം തണുപ്പ് നൽകി. പകൽ 12 മണിക്ക് 1 മണിക്കും 2 മണിക്കും 12 മണിക്ക് 1 മണിക്കും ഒക്കെ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വരുന്നത് വരെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം.